ഹായ്. അപ്പം ഇന്ന് നമുക്കൊരു കരിക്ക് ജ്യൂസ് അങ്ങോട്ട് അടിച്ചാലോ? അപ്പം ഞാൻ ആ തേങ്ങ പൊളിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകി അതിലേക്ക് പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി പൊടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചുമ്പോൾ അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കടി വേണമല്ലോ 4 മണിയാകുമ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന്. അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ നടുക്കൊക്കെ ഇതാ നമ്മൾ കൂട്ടി വെച്ച ഇത് വെച്ചുങ്ങാണ്ട് ഈ ഫ്രോക്ക് വെച്ചുങ്ങാണ്ട് നല്ലോണം അതിൻ്റെ അരികൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ല അടിപൊളി ഒരു ഷേപ്പായി കിട്ടും കേട്ടോ. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുത്തേക്കണ്. പിന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ഈ ചായക്കടി ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കുക. അടിപൊളിയാണ് കേട്ടോ. മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ കരിക്കിനൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കിത് ജ്യൂസ് അടിച്ച് വെക്കാൻ കുട്ടികൾ വരാനായിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിച്ച് വെക്കാം. ഞാനിത് വെള്ളം ഇതിലേക്ക് വെട്ടി നോക്കുമ്പോൾ അതിലേക്ക് തന്നെയാണ് ചിരവി എടുക്കണം എന്ന് എഴുതി നോക്കുമ്പോൾ അതിൽ കരടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചിട്ടെടുക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ നൂഹക്കുട്ടി എത്തിക്കണം കേട്ടോ. അപ്പം ഇത് ജ്യൂസും ഈ ചായക്കടിയൊക്കെ പാടായപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.